സത്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിലേ അമ്മ വഴക്ക് പറയും. അതാ പിടിച്ച് കേട്ടോ അവനെ. ഞാൻ കേറിക്കോളാം. ഇതിൽ കൂടുതൽ സാറിന് വേറെ തെളിവൊന്നും വേണ്ടല്ലോ സാറേ. നടക്കണം അങ്ങോട്ട്. സെന്റിമെന്റ്സ് കാണിക്കാതെ വണ്ടി എടുക്കണോ? വണ്ടി എടുക്കണം. പിന്നെ അളിയനൊന്നും ചെയ്യരുത്. പുഷ്പവല്ലി കിട്ടി. പുഷ്പവല്ലി വണ്ടിയിലുണ്ട് സാറേ. സന്തോഷം പോയി. നീയാണോടി പുഷ്പവല്ലി? തന്റെ കഥകളുടെ ക്ലൈമാക്സ് പോലെ തന്നെ ആയിലിടും തന്റെ ജീവിതവും. രണ്ടാളും കൂടെ സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്യണം. കേട്ടല്ലോ? വണ്ടി എടുക്കണം. സാറേ എന്നോട് ക്ഷമിക്കണം. പോലീസിന്റെ ഇടി പേടിച്ചപ്പോ അറിയാതെ പറഞ്ഞു പോയതാ. അപ്പൊ നാളെ രാവിലെ വരാലല്ലേ? വർക്ക് ഫസ്റ്റ്, ബാക്കിയെല്ലാം നെക്സ്റ്റ്. നമസ്കാരം മാഡം. ഞാൻ വിളിക്കാം. വാ മോളെ. ഇറങ്ങി വാ. നീ ചെന്ന് വിളിച്ചാൽ അവൾ ഇറങ്ങി വരും. ചെല്ലു മോനെ. എടാ, നിന്റെ കുടുംബജീവിതത്തിൽ ഇതുവരെ ഞങ്ങൾ ആരും ഇടപെട്ടിട്ടില്ല. ഇനി അവള് നിന്റെ ജീവിതത്തിൽ വേണ്ട. ഇത് ഈ കുടുംബത്തിന്റെ തീരുമാനമാണ്. കേറിപ്പോടാകത്ത്. വേണ്ട, ഇങ്ങോട്ട് വന്നേ. നീ ഇങ്ങോട്ട് വരാൻ. പറയുന്നത് കേൾക്ക്. നടക്ക്. നമ്മുടെ സീരിയൽ നമ്പർ 1 ആയോ ചേട്ടാ? ചേട്ടൻ പറഞ്ഞില്ലേ സീരിയൽ ഒന്നാമതായില്ലെങ്കിൽ ചേട്ടൻ എഴുത്തു നിർത്തുന്നു. ചേട്ടൻ എഴുതാത്ത ലോകത്ത് എനിക്ക് ജീവിക്കാൻ പറ്റുമോ ചേട്ടാ? അതുകൊണ്ട് ഞാൻ പഴനി പോയി നേർച്ച നേർന്നതാ. പറ ചേട്ടാ, നമ്മുടെ സീരിയൽ നമ്പർ 1 ആയോ ചേട്ടാ? അകത്ത് വിളിച്ചോണ്ട് പോടാ. പിന്നെ ചേട്ടാ, ഞാൻ പഴനിയിലെ തമിഴന്മാരോടൊക്കെ ചോദിച്ചു. അവർക്കൊന്നും ജയദേവൻ ചുങ്കത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ല. നമുക്കിനി തമിഴിൽ ഒരു സീരിയൽ എടുക്കണേ, അവിടെ ഫേമസ് ആവണം ചേട്ടൻ. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ജീവിതം കുറച്ച് എഴുതി തീർക്കാനുണ്ട്. നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞോടി മൊട്ടത്തലച്ചി. അതെ, ഈ മൊട്ടത്തലി അടിക്കാനുള്ള ഐഡിയ നിനക്ക് ആരാ പറഞ്ഞു തന്നെ? ചേട്ടൻ. ഞാനും. ഭർത്താവിന്റെ ബിസിനസ് തകർന്നപ്പോ കണ്ണീർപ്പാടത്തിലെ സുമിത്ര മുട്ടയടിച്ച ചേട്ടൻ മറന്നുപോയോ? എന്താ സുമിത്രയുടെ കാര്യം പറഞ്ഞപ്പോ ചേട്ടൻ ഏതൊക്കെയാണ്? ഒരിക്കലും തീരാത്ത പ്രശ്നങ്ങളുമായി ജയദേവൻ ചുങ്കത്തറയുടെ കുടുംബ പരമ്പര തുടരുന്നു. ചേട്ടൻ മണിയടിച്ചാൽ അടുക്കളേന്ന് പെണ്ണുങ്ങള് പായും. സീരിയലിന്റെ നേരത്തെങ്ങാൻ വീട്ടിലൊരു ഗസ്റ്റ് വന്ന കോസ്റ്റ് പോലെ പെണ്ണുങ്ങള് കാണും. അന്തി നേരത്തെ 7 വട്ടം ക്ലോക്ക് ചേട്ടൻ മണിയടിച്ചാൽ അടുക്കളേന്ന് പെണ്ണുങ്ങള് പായും. സീരിയലിന്റെ നേരത്തെങ്ങാൻ വീട്ടിലൊരു ഗസ്റ്റ് വന്ന കോസ്റ്റ് പോലെ പെണ്ണുങ്ങള് കാണും. പ്രാർത്ഥനയും പഠിപ്പുമില്ല, കഞ്ഞി വെക്കാൻ നേരമില്ല. പ്രാർത്ഥനയും പഠിപ്പുമില്ല, കഞ്ഞി വെക്കാൻ നേരമില്ല. 5-8 കൊല്ലം കഴിഞ്ഞിട്ട് ഭർത്താവ് പേർഷ്യന്ന് വന്നാലും നെവർ മൈൻഡ്. തിങ്കൾ മുതൽ
മുതൽ വെള്ളി വരെ നേരത്തെ 7 വട്ടം ക്ലോക്ക് ചേട്ടൻ മണിയടിച്ചാൽ അടുക്കളേന്ന് പെണ്ണുങ്ങള് പായും. സീരിയലിന്റെ നേരത്തെങ്ങാൻ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ ഗോസ്റ്റ് പോലെ പെണ്ണുങ്ങള് കാണും. നേരത്തെ 7 വട്ടം ക്ലോക്ക് ചേട്ടൻ മണിയടിച്ചാൽ അടുക്കളേന്ന് പെണ്ണുങ്ങള് പായും. സീരിയലിന്റെ നേരത്തെങ്ങാൻ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ ഗോസ്റ്റ് പോലെ പെണ്ണുങ്ങള് കാണും. പ്രാർത്ഥനയും പഠിപ്പുമില്ല, കഞ്ഞി വെക്കാൻ നേരമില്ല. പ്രാർത്ഥനയും പഠിപ്പുമില്ല, കഞ്ഞി വെക്കാൻ നേരമില്ല. 5-8 കൊല്ലം കഴിഞ്ഞിട്ട് ഭർത്താവ് പേർഷ്യന്ന് വന്നാലും never mind. തിങ്കൾ മുതൽ വെള്ളി വരെ തിങ്കൾ മുതൽ